ആദാം ഏദൻ തോട്ടത്തിൽ വെളിച്ചത്താൽ പൂരിതനായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആദാം ഏദൻ തോട്ടത്തിൽ ഒരു തീക്കട്ടയായിരുന്നു. എന്നാൽ എവിടെ വെച്ചാണ് ആദാം കരിക്കട്ടയായി തീർന്നത്? പാപം ചെയ്തതോടുകൂടെ. മനുഷ്യകുലം മുഴുവൻ കരിക്കട്ടകളാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതോടുകൂടെ കരിക്കട്ടകളെ വീണ്ടും കർത്താവ് തീക്കട്ടകളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവർ യേശുവിൽ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രകാശമുള്ളവരാകുന്നു. നിങ്ങളുടെ ഉള്ളിലൊരു ലൈറ്റുണ്ട്. വേണമെങ്കിൽ നിങ്ങളെ ഇപ്പോൾ തന്നെ വിളിക്കുവാൻ കഴിയും തീക്കട്ടകൾ. ഇന്നലകളിൽ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നമേ നിങ്ങൾ കരിക്കട്ടകളായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ തീക്കട്ടകളായി തീർന്നിരിക്കുകയാണ്. ആ മഹാത്ഭുതമാണ് തേജസ്സിലൂടെ സംഭവിക്കുന്നത്. ഈ സുവിശേഷത്തെ വിളിക്കുന്നത് തന്നെ തേജസ്സുള്ള സുവിശേഷമാകുന്നു. കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെ നമ്മൾ ആ സമ്പൂർണ്ണമാകുന്ന തേജസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അവിടെയാണ് നമുക്ക് തേജസ്കരണം സംഭവിക്കുന്നത്. നമ്മൾ തേജസ്കരിക്കപ്പെടുവാൻ പോകുന്നത്. എന്നാൽ ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തേജസ്സിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തേജസ്സിൻ്റെ സകലവിധമാകുന്ന ഫലങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരായി ജീവിക്കണം.